ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന MBA, MCOM, BE, MA, MSc തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് PG പാസ്സാവാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ PGയുടെ റെഗുലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ അടിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG റെഗുലേഷൻ 2022 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലേഷൻ കിട്ടും. അപ്പോൾ അതിലാണ് ആ ഒരു PDF നിങ്ങൾക്ക് നിങ്ങളുടെ PG പോസ്റ്റ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ടും അതിൽ നിന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ്, എത്ര വേണം, ജയിക്കാൻ എത്ര മാർക്ക് വേണം, അതേപോലെ എങ്ങനെയാണ് എൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം, അറ്റൻഡൻസിന് എത്ര പെർസെൻറ്റേജ്, ഇൻറ്റേർണൽ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് PGക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം, അതേപോലെ ഓരോ സെമസ്റ്ററും ഓരോ കോഴ്സും ഒക്കെ പാസ്സാവാൻ എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, ഗ്രേഡ് വിത്ത് ഗ്രേഡ് പോയിൻ്റ് ആൻഡ് മാർക്ക് ഈക്വലൻസ് ഫോർ പ്രോഗ്രാം അതർ ദാൻ MBA. അപ്പോൾ MBA അല്ലാത്ത മറ്റുള്ള കോഴ്സുകൾക്ക് എങ്ങനെയാണ് ഗ്രേഡ് പോയിൻറ്റും അതേപോലെ ആ ഗ്രേഡിനനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റിൽ 85% മുതൽ 100% വരെ 85 to 100% ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് പോയിൻറ്റ് 8.5 to 10 ആണ് വരിക. അപ്പോൾ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്ത് വരിക, അവിടെ ഗ്രേഡ് വരിക. ഓക്കെ, ഗ്രേഡിൻ്റെ ലെറ്റർ. അപ്പോൾ 85 to 100% ആണെന്നുണ്ടെങ്കിൽ 8.5, അങ്ങനെ ആ റേഞ്ചിൽ ഗ്രേഡ് പോയിൻ്റ് വരും. അതേപോലെ മാർക്ക് 75 to 84.99 ആണെന്നുണ്ടെങ്കിൽ A+, 65 to 74.99 ആണെങ്കിൽ A, 55 to 64.99 ആണെന്നുണ്ടെങ്കിൽ B+, ദെൻ 50 to 54.99 ആണെന്നുണ്ടെങ്കിൽ B. ഓക്കെ, പിന്നെ 45 to 49.99 ആണെന്നുണ്ടെങ്കിൽ C ഗ്രേഡ്, 40 to 44 വരെ ആണെന്നുണ്ടെങ്കിൽ D ഗ്രേഡ്. ഓക്കെ, അപ്പോൾ പിന്നെ 40ൻ്റെ താഴെ അഥവാ 0 മുതൽ 39 മാർക്ക് വരെയാണെങ്കിൽ ഫെയിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പാസ് ഇഫ് ദ സ്റ്റുഡൻറ്റ് സ്കോർ മിനിമം 40% ഇൻ ദി സെമിസ്റ്റർ ഇവാലുവേഷന്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ മിനിമം 40% മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റിൽ പാസ്സാവാൻ 40% മാർക്ക് വേണം. 40ൻ്റെ മുകളിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പെർസെൻറ്റേജിനനുസരിച്ചിട്ട് ഗ്രേഡ് പോയിൻറ്റും കൂടും, അതേപോലെ ഗ്രേഡും എന്ത് ചെയ്യും, കൂടും. ഗ്രേഡും പല ഗ്രേഡുകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പാസ് മിനിമം ഫോർ ഈച്ച് കോഴ്സ് 40%. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ പാസ്സാവാൻ 40% മാർക്ക് വേണ്ടിയത്. ആൻഡ് ദാറ്റ് ഫോർ അഗ്രിഗേറ്റ് ഇൻറ്റേർണൽ പ്ലസ് എൻഡ് സെമിസ്റ്റർ. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും കൂടിയിട്ട് എത്ര 50% മാർക്ക് വേണം. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ പാസ്സാവാൻ 40 മതി. പക്ഷേ ഒരു സെമിസ്റ്ററിൽ 4-5 സബ്ജക്റ്റ് ഉണ്ടാകാം. അപ്പോൾ ഈ 5 സബ്ജക്റ്റിലും കൂടിയിട്ട് ടോട്ടൽ ആ ഒരു സെമിസ്റ്ററിൽ 50% മാർക്ക് വേണം ആ ഒരു സെമിസ്റ്റർ കംപ്ലീറ്റ് ആവാൻ അല്ലെങ്കിൽ ക്വാളിഫൈ ആവാൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്. 40% താഴെയാണെങ്കിൽ പിന്നെ F ആണ്, ഫെയിലാണ്, ഗ്രേഡ് F എന്നാണ് കാണിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഈച്ച് സ്റ്റുഡൻറ്റ് ഷാൾ അസൈൻഡ് എ ഗ്രേഡ് പോയിൻ്റ് ആൻഡ് എ ലെറ്റർ ഗ്രേഡ് ഇൻ ഈച്ച് കോഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഇൻ ദി കോഴ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാർക്ക് ടേക്കൺ ടുഗദർ ആസ് ഷോൺ ദ മിനിമം ഗ്രേഡ് പോയിൻറ്റ് റിക്വയർഡ് ഫോർ പാസിംഗ് കോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിംഗ് കോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു സബ്ജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോഴ്സ് പാസ്സാവാൻ, ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ മിനിമം ഗ്രേഡ് പോയിൻറ്റ് 4 അഥവാ 40% മാർക്ക് വേണം. ദ മിനിമം CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആണ് അവിടെ പറയുന്നത്. റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ പ്രോഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MCOM MAയോ MSCയോ അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ആ പ്രോഗ്രാം കംപ്ലീഷൻ ആവണമെന്നുണ്ടെങ്കിൽ 50% മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ 40%, ഒരു സെമിസ്റ്റർ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 50% വേണം. പിന്നെ ഒരു
കോഴ്സ് അല്ല നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം MCOMോ MA MSc ആയിക്കോട്ടെ അത് നിങ്ങൾ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പാസ്സാവാൻ 40 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 50 അഗ്രിഗേറ്റ് 50% ഉണ്ടെങ്കിൽ മാത്രമേ PG നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അറിയുന്ന ഡൗട്ടിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.